എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Chariot energy, Emperor card, Knight of Cups, Queen of Pentacles, Lovers energy and Empress energy. ഈ ഒരു ആദ്യം തന്നെ നിങ്ങളുടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വണ്ടി വാഹനം വാങ്ങിക്കാനുള്ള ഒരു യോഗം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ആഹ്ലാദം സന്തോഷമൊക്കെയുള്ള തരുന്ന വാർത്തകൾ, അതായത് സന്തോഷ വാർത്ത കേൾക്കാനുള്ള ഒരു സമയം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സന്തോഷ വാർത്തകൾ കാണിക്കുന്നു. ഒന്ന് നിങ്ങളെ സംബന്ധിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷ വാർത്തയാണ്. മറ്റൊന്ന് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട നല്ല രീതിയിൽ ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സാഹചര്യമൊക്കെ ഈ ഒരു മാസത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒത്തിരി വില കൽപ്പിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ തരത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ട് നല്ല രീതിയിൽ സമയം പങ്കിടാൻ പറ്റുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അതേപോലെ തന്നെ ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് പോയിട്ടുള്ള നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ ഉണ്ടാവാം. നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയതായിരിക്കാം, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ വഴക്കുണ്ടായിട്ടുള്ളവര് തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സമയം കൂടിയിട്ടാവാം ഈ ഒരു മാസം. അതേപോലെ തന്നെ റീയൂണിയൻ ആണ് ഇവിടെ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് അകന്ന് നിൽക്കുന്നുണ്ടാവും, എന്തെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായതാവും. അങ്ങനെ ഏത് തരത്തിലും ബന്ധങ്ങൾക്ക് വളരെയധികം ആത്മബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകൾ തമ്മിൽ തെറ്റിദ്ധാരണ മൂലം അകന്ന് പോയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോയിട്ടുള്ളവര് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒരു ഒത്തുചേരൽ, തിരിച്ച് കൂടിച്ചേരലാണ്, ഒരു റീയൂണിയൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എംപറർ എനർജിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവര്, വിദ്യാർത്ഥികളായിട്ടുള്ളവര്, അക്കാഡമിക്സിലുള്ളവരെയൊക്കെ സംബന്ധിച്ച് വളരെ സാധ്യതകളുള്ള ഒരു മാസമാണ്. വിജ്ഞാനവും വിവേകവുമുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുമായിട്ട് കൂടുതൽ പഠനങ്ങൾ നടത്താൻ, റിസർച്ച് ഗവേഷണങ്ങൾ നടത്താൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി സാധ്യതകളുള്ളൊരു മാസമാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവരെ സംബന്ധിച്ച് പൊതുവെ തന്നെ വളരെ നല്ലൊരു സമയമാണ്. ജ്ഞാനം, അതായത് നോളേജ്, വിസ്ഡം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ്. കരിയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ പ്രൊമോഷന് സാധ്യത, വളരെ ഉയർന്ന പോസ്റ്റിലേക്കുള്ള ഒരു പ്രൊമോഷനാണ് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലിക്കുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. മത്സര പരീക്ഷകളൊക്കെ എഴുതി വിജയിച്ച്, അതായത് എന്തെങ്കിലും എൻട്രൻസോ അതുപോലുള്ള PSCയോ പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതി പാസ്സായിട്ട് പരീക്ഷയ്ക്ക് ചേരേണ്ടുന്ന തരത്തിലുള്ള പരീക്ഷകൾ, ബാങ്ക് ടെസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഉയരത്തിലേക്ക് എത്തുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ വിജയസാധ്യതകൾ സൂചിപ്പിക്കുന്നു. അതേപോലെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളവർ ചെയ്യുന്ന ജോലികൾ, അങ്ങനെയുള്ള ജോലികളിലും സാധ്യത, CA, അക്കൗണ്ടൻസി പോലുള്ള കാര്യങ്ങളിലും വളരെയധികം സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫിലൊരു ഒത്തിരി പോസിബിലിറ്റീസ് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്, അവസരങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. ഒത്തിരി ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകാനും പുതിയ പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ളൊരു സാധ്യതയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്.
നൈറ്റ് ഓഫ് കപ്സ് എനർജി ജീവിതത്തിൽ ഒത്തിരി കൂടിച്ചേരലുകൾ, ഒരുമിച്ച് ചേരലുകൾ, ജീവിതത്തിൽ പല പല കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിതത്തിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള പുതിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമായിട്ട് ഉള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയ പുതിയ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ സുഖകരമായിട്ടുള്ള ഒരു അനുഭവം ജീവിതത്തിൽ എന്നെന്നും ഓർത്തു വെക്കാനുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയെ തന്നെയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി ആകേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉറപ്പിക്കുന്ന ഒരു സമയം ആയിട്ട് കാണുന്നു. അതേപോലെ തന്നെ പ്രണയത്തിലല്ലാത്തവർ, സിംഗിൾ ആയിട്ടുള്ളവർ പ്രണയത്തിലേക്ക് പോവാനുള്ള സാഹചര്യമുണ്ട്. പ്രപ്പോസൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹാദി കാര്യങ്ങൾ കുറച്ച് നാളുകളായിട്ട് ശ്രമിക്കുന്നു, നടക്കാത്തവർക്ക് ഈ ഒരു മാസം വിവാഹ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് കുറച്ച് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. വിവാഹമൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല പല പല കാരണങ്ങൾ കൊണ്ടിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്താണ്? നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കും, ആ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ച് നിങ്ങൾ വിട്ടുകളയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരുപക്ഷെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. അതിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരാളെ ആയിരിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് ആലോചിച്ച് കുറച്ചും കൂടി ഒന്ന് മയപ്പെടുത്തിയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ക്യൂൻ ഓഫ് വോൺസ് എനർജിയാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലെ സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. യോഗ പോലുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു സാധ്യത, അതായത് അതിലൂടെ ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറുന്നതിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാകുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. പൊതുവേ നിങ്ങൾ ഒത്തിരി ഉത്സാഹഭരിതരായിരിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് തന്നെ പറയാം. അതേപോലെ ലവേഴ്സ് എനർജി ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടില്ല, അതായത് വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായിട്ടുള്ളവർ, ഇപ്പൊ വിവാഹം കഴിഞ്ഞ് ഒത്തിരി നാളുകൾ, കുട്ടികളൊക്കെ വലുതായി ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ കുറച്ച് നാളുകളായി വിവാഹം കഴിഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ ആ ഒരു പഴയ കാലത്തുണ്ടായിരുന്ന രീതിയിലുള്ള പ്രണയമോ സ്നേഹമോ ഒന്നും കാണുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രണയം തിരിച്ചു വരികയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പഴയ ഓർമ്മകൾ അയവിറക്കാനും അതേപോലെ തന്നെ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ച് ഇത് അതായത് നിങ്ങളുടെ ഒരു സെക്കൻഡ് ഹണിമൂൺ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ്. വീണ്ടും നിങ്ങൾ ആ ഒരു പഴയ ജീവിതത്തിൽ അന്ന് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും, അന്നത്തെ ഓർമ്മകളൊക്കെ പൊടി തട്ടിയെടുക്കുന്ന സാഹചര്യവും എന്ന് പറയാം. അതേപോലെ എംപ്രസ് എനർജിയാണ് ഇവിടുത്തെ ഒരു സ്ട്രോങ് മെസ്സേജ് പറയാനുള്ളതൊന്ന്. പ്രഗ്നൻസി സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു തീരെ പ്രതീക്ഷിക്കാത്ത പ്രഗ്നൻസിയാണ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞ ഒത്തിരി പ്രണയവും മനസ്സിൽ ആ ഒരു പ്രണയം ഒത്തിരി കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വലിയ കുട്ടികളൊക്കെ ഉള്ളവരായിരിക്കാം. നിങ്ങൾ ഈ ഒരു സമയത്ത് ഒത്തിരി ആ ഒരു പഴയ സ്നേഹവും ഇഷ്ടവും ഒക്കെ മനസ്സിൽ ഉള്ള, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ഓർമ്മയൊക്കെ പുതുക്കുന്ന സമയത്ത് ഇനിയും ഒരു പ്രഗ്നൻസി ആവശ്യമില്ല എങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തീരെ അപ്രതീക്ഷിതമായിട്ടൊരു പ്രഗ്നൻസി സിറ്റുവേഷൻ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. ഇവിടെ പ്രതീക്ഷിതമായിട്ടുള്ള പ്രഗ്നൻസിയാണ് ഇവിടെ പലർക്കും സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മാസത്തിൽ ഏത് ദൈവത്തെയാണ് മനസ്സിൽ ധ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ദൈവത്തെയാണ് നിങ്ങൾ ഈ ഒരു മാസം ആരാധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സൂര്യഭഗവാനെയാണ് ആരാധിക്കേണ്ടത്. സൂര്യൻ
അതേപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ കേൾക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. ഒന്ന്, നിങ്ങൾ നവഗ്രഹ സ്തോത്രം ജപിക്കുക. സൂര്യന്റേതായിട്ടുള്ള ഭാഗം പ്രത്യേകിച്ച് ജപിക്കുന്നത് അത്രയും നല്ലത്. അതല്ലെങ്കിൽ നവഗ്രഹ സ്തോത്രം മുഴുവനായിട്ട് ദിവസവും ജപിക്കാൻ ശ്രദ്ധിക്കുക. ഞായറാഴ്ച ദിവസം നോൺ വെജ് ഒഴിവാക്കുക. അതേപോലെ തന്നെ നവഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ, ദശാവതാരം ഏതെങ്കിലും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക. അതേപോലെ അല്ലാത്ത പക്ഷം നിങ്ങൾ ദശാവതാരം കഥകൾ കേൾക്കുന്നതും നല്ലതായിരിക്കും എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.